കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് തന്നെ അവിടുത്തെ കിടക്കുന്നത്. ഞാനൊരു ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് ആദ്യം ഞാനൊരു തീരുമാനമെടുക്കും, അത് ശരിയല്ല എനിക്ക് ഇന്ന കാരണം കൊണ്ടൊന്നും ഞാൻ ഡ്രസ്സ് ഞാൻ ഇടുകയല്ല. ഒരുപാട് പേര് പ്രേരിപ്പിക്കാൻ കാണും, സിനിമാ രംഗത്ത് പ്രത്യേകിച്ച്. അത് വേണ്ട, നമുക്ക് ഔചിത്യം ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യം അത് നമ്മൾ ചെയ്താൽ മതി. അത് ചെയ്തതുകൊണ്ട് വലിയ അബദ്ധങ്ങളേ ഉള്ളൂ, അത് വേറെ കാര്യം. വലിയ അബദ്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. ഇനി ഒരുപാട് സമയം എടുക്കുന്നതിൽ ബാക്കിയോട് സംസാരിക്കണം. എൻ്റെ വിശ്വാസം 80 വർഷം സിനിമയിൽ പൂർത്തിയാക്കി ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം, മൂലം മറക്കാതിരിക്കുക. ഞാൻ പഠിച്ചത് നമ്മൾ എവിടെ നിന്നാണ് വന്നത്, നമുക്ക് ആരൊക്കെ നമ്മുടെ തോളത്ത് തട്ടി, ഒരു ഓർമ്മയെങ്കിലും അവരെ പറ്റിയുള്ളൂ. ഞാൻ ചെയ്തു ഇത് ഒരു പടി കഴിയുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് താനെന്തിനല്ലോ എപ്പോഴും ഇപ്പം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പുള്ളി ഇപ്പം എന്ത് ചെയ്യുന്നു. എൻ്റെ ചക്കാത്തിൽ എൻ്റെ മുറിയിൽ കള്ളച്ചോറ് പിടിച്ച് കിടന്ന കാലത്ത് എനിക്കറിയാം. മറന്നു പോകുന്ന സുരേഷ് ഗോപി ഓർക്കണം. ഈ ഓർമ്മ പോലെ സുഖം വേറെ എന്തുകൊണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് വന്നവനാണ്. ഒരു ഫുഡ് വാങ്ങിച്ചത്, ഒരു പ്ലേറ്റ് ഫുഡ് വാങ്ങിച്ചത് ഞാനും എൻ്റെ അസിസ്റ്റൻസും ഷെയർ ചെയ്ത് കഴിച്ച പ്രൊഡക്ഷൻ ദിവസങ്ങൾ എനിക്കറിയാം. നാളെ ചെയ്യും ഇറച്ചൊന്നും പറയരുത് കേട്ടോ. അത് പ്രൊഡ്യൂസർ ബില്ലെടുത്ത് നോക്കും, പ്രൊഡ്യൂസറെ സേഫ് ഗാർഡ് ചെയ്യാൻ. ഇന്നൊരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ പടം ചെയ്യുന്നതോട് പിന്നെ കിട്ടുന്ന ആ പടം കുറച്ച് നാക്കുവായാലും മുറി മാത്രം വയ്ക്കും. ബാക്കിയൊക്കെ സിനിമ വിഴുങ്ങും. ചിരിക്കണ്ടാവും, ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് ചിരിക്കണ്ട. ഒരുപാട് ആൾക്കാർ എനിക്കറിയാവുന്നതാണ് ഞാൻ ചെയ്തത്. കഷ്ടമാണ്. കാരണം നമ്മുടെ അന്നദാതാവാണ് സിനിമ. സിനിമയിൽ സംഘടനകളൊന്നും മാത്രമൊന്നും കാര്യമില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ നന്നാണ്. അപ്പോൾ ഞാൻ പറയാം.